ഗൾഫ് രാജ്യങ്ങൾ മറ്റൊരു ഫലസ്തീനായ ആകാതിരിക്കണമെങ്കിൽ ഈ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. ഇന്ന് ഫലസ്തീനികൾ അനുഭവിക്കുന്ന, ഗാസയിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന അതേ ദുരന്തം നാളെ സൗദി അറേബ്യയിലെയും കുവൈറ്റിലെയും ബഹ്റിനിലെയും UAE-യിലെയും ഖത്തറിലെയും മറ്റ് അറബ് ഗൾഫ് രാഷ്ട്രങ്ങളിലെയും കുഞ്ഞുങ്ങൾ അനുഭവിക്കാതിരിക്കണമെങ്കിൽ ആ രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഇന്ന് തന്നെ മുൻകരുതൽ എടുക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് പറയുകയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഫലസ്തീനിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ നാളെ അതേപടി അറബികളുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ വരും തലമുറകളുടെ മേൽ സംഭവിക്കാതിരിക്കാൻ ഇന്നത്തെ ഭരണാധികാരികൾ കുറെ കൂടി കരുതലോടെ മുന്നോട്ട് നീങ്ങേണ്ടിയിരിക്കുന്നു എന്നത് സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ. ഇറാനിൽ നടന്ന ഒരു ബഹുജന റാലിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു രാജ്യത്ത് നടന്ന ഒരു റാലിക്ക് എന്താണ് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, രാജ്യം ഇടതടവില്ലാതെ ബോംബിങ്ങിന് ഇരയായിക്കൊണ്ടിരിക്കുക, ആ നഗരത്തിൽ തന്നെ ബോംബിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു യുദ്ധത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന, അതിൽ ഭാഗഭാക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ, അതിൻ്റെ തലസ്ഥാന നഗരിയിൽ അതിൻ്റെ രാഷ്ട്ര നേതാക്കളാണ് മുൻനിരയിൽ നിൽക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന ഒരു ബഹുജന റാലി നടക്കുക. ആ രാഷ്ട്രത്തിന്റെ ഭരണ വ്യവസ്ഥിതി മാറ്റാൻ വേണ്ടി, റെജിം ചേഞ്ചിന് വേണ്ടി ആഗോള ശക്തികൾ ആ രാഷ്ട്രത്തിന് മേൽ അതിക്രമപരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ വേളയിൽ ആ രാഷ്ട്രത്തിലെ ജനങ്ങൾ അവിടുത്തെ ഭരണ നേതൃത്വത്തിന് പിന്നിൽ അണിനിരന്ന് അവിടുത്തെ തെരുവുകളിൽ ഒരു ജാഥ നയിക്കുക. ആശ്ചര്യകരം എന്നേ ഇതിന് പറയാനാവുകയുള്ളൂ. കാരണം ഏതൊരു ഭരണ നേതൃത്വത്തെയാണോ മാറ്റാൻ ഗൂഢശക്തികൾ ആഗ്രഹിച്ചത്, ആ ശക്തികൾക്ക്, ആ ഭരണകൂടത്തിന് പിന്നിൽ ജനങ്ങൾ അണിനിരന്ന കാഴ്ചയാണ്, അതിൻ്റെ ഒരു പ്രദർശനമാണ്, ഒരു ഡിസ്പ്ലേ ആണ് അവിടെ കാണാനായത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇറാന്റെ റെജിം ചേഞ്ച് എന്ന സ്വപ്നത്തിനാണത് ആണിയടിച്ചത്. കാരണം ഇതിനു മുമ്പ് നാം പല രാജ്യങ്ങളിൽ കാണുകയുണ്ടായി, ബംഗ്ലാദേശിലും നേപ്പാളിലുമെല്ലാം. അവിടുത്തെ ജനങ്ങളെ ഭരണകൂടത്തിനെതിരായി തിരിഞ്ഞപ്പോൾ കൊട്ടാരം വിട്ടോടി, മന്ദിരങ്ങൾ വിട്ടൊറിഞ്ഞ് ഓടിയ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളും ആ കൊട്ടാരങ്ങളും മന്ത്രിമന്ദിരങ്ങളും അഗ്നിക്കിരയാക്കിയ പൊതുജന രോഷങ്ങളും നാം കണ്ടതാണ്. അതുപോലെ ഒരു സംഭവമാണ് സത്യത്തിൽ റെജിം ചേഞ്ച് എന്ന പേരിൽ രാജ്യത്തെ ആക്രമണം തുടങ്ങുമ്പോൾ, ഇറാനെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ അമേരിക്ക സ്വപ്നം കണ്ടത്, ഇസ്രായേൽ സ്വപ്നം കണ്ടത് എന്ന് കരുതാം. എന്നാൽ തിരിച്ച് ആ ജനങ്ങൾ അവിടുത്തെ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും, അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബോംബിട്ട് തകർത്തിട്ടും, അവിടുത്തെ വരുമാന സ്രോതസ്സുകൾ തകർത്തെറിഞ്ഞിട്ടും, ജനപദങ്ങൾ ബോംബിട്ട് നശിപ്പിച്ചിട്ടും, അവിടുത്തെ ആത്മീയ നേതാവിനെ, പരമോന്നത നേതാവിനെ വധിച്ചിട്ടും ആ ജനങ്ങൾക്ക് ഭരണമാറ്റത്തെക്കുറിച്ചല്ല അവർ ചിന്തിച്ചത്, അതിന് ശ്രമിക്കുന്ന ശക്തികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് എന്നതിന്റെ തെളിവാണ് അവിടെ ടെഹ്റാനിൽ നടന്ന ആ റാലി, അവിടുത്തെ രാഷ്ട്രീയ ഭരണ നേതൃത്വം കൊടുത്ത ആ റാലി എന്ന് കാണാം. യുദ്ധമുഖത്ത് തന്നെ പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെടുകയാണ് ഇസ്രയേലും അമേരിക്കയും എന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവാത്തൊരു വസ്തുതയാണ്. കാരണം ഒന്നുമല്ല, 47 കൊല്ലത്തെ നിരന്തരമായ ഉപരോധങ്ങളാൽ വീർപ്പുമുട്ടിയ ഒരു രാഷ്ട്രത്തെ, അതിനിടയ്ക്ക് എത്രയോ വലിയ യുദ്ധങ്ങൾ, 8-10 കൊല്ലം നീണ്ടു നിന്ന ഇറാഖ് യുദ്ധം പോലെയുള്ള യുദ്ധങ്ങൾ, ഇങ്ങനെയൊക്കെ രോഗത്തിന്റെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ട ആ രാഷ്ട്രം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ അത്ഭുതമാണ് എന്നിരിക്കെ, അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയ ടെക്നോളജിക്കൽ ഭീമന്മാരോട്, ലോകത്തെ സൂപ്പർ പവറുകളോട് ഇത്രയും ദിവസമായി പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെ അത്ഭുതകരമായ, അതൊരു മിറക്കിളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ റെജിം ചേഞ്ചിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവർ സ്വന്തം നാടിൽ ആ സംഭവം നടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊള്ളട്ടെ. അമേരിക്കയിലും ഇസ്രായേലിലും റെജിം ചേഞ്ച് ഉണ്ടാവുമോ എന്നാണ് ഇപ്പോഴത്തെ ഭയം. അതിനു പുറമെ ടെഹ്റാനിലെ റാലി വെച്ചുകൊണ്ട് നമുക്കൊരു കാര്യം ചോദിക്കാവുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് അദ്ദേഹത്തിന്റെ നാട്ടിൽ, അദ്ദേഹത്തിന്റെ വാഷിംഗ്ടൺ DC-യിലോ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു നഗരത്തിൽ ഇതുപോലൊരു റാലിക്ക് നേതൃത്വം കൊടുക്കാനാവുമോ? അവരുടെ ജനപിന്തുണ എത്രമാത്രമുണ്ട്, അവരുടെ റെജിമിനോട് ആ ജനതയ്ക്കുള്ള ആഭിമുഖ്യം എത്രമാത്രമുണ്ട് എന്ന് അതിൽ നിന്ന് കാണാം. അതുപോലെ തന്നെയാണ് ഇസ്രായേലിലെ ഏതെങ്കിലും ഒരു തെരുവിൽ നെതന്യാഹുവിന് ഇതുപോലൊരു ജാഥക്ക് നേതൃത്വം കൊടുക്കാനാവുമോ? ബഹുജന റാലിക്ക് നേതൃത്വം കൊടുക്കാനാവുമോ? ഒളിവിലാണ്, അണ്ടർഗ്രൗണ്ടിലാണ്, രാജ്യം തന്നെ വിട്ട് മറ്റെവിടെയോ താമസത്തിലാണ് നെതന്യാഹു എന്നും കേൾക്കുന്നു. ഏതായാലും ഇറാനിലെ നേതാക്കൾ അവിടുത്തെ റെജിം ചേഞ്ചിന് വന്നവരുടെ മുമ്പിൽ
നെഞ്ചു വിരിച്ചു നിൽക്കുകയാണ് അവിടെ ജനങ്ങളോടൊപ്പം. അവർക്ക് ഒരു പോറലും ഏൽപ്പിക്കാനായിട്ടില്ല ഇതേവരെ. ഈ നാളത്തെ കാര്യം നമുക്കറിയില്ല. ഏതായാലും ഒരു റെജിം ചേഞ്ച് എന്ന സ്വപ്നം അവർക്ക് സഫലമാകാൻ പോകുന്നില്ല. ഒരു പക്ഷേ ആ രാഷ്ട്രത്തെ ബോംബിട്ട് നശിപ്പിച്ച് നാമാവശേഷമാക്കിയേക്കാം. പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ ആത്മവീര്യം കെടുത്താൻ അവർക്കാവില്ല. അതാണ് അവരുടെ ചരിത്രം. അമേരിക്കയിലും ഇസ്രായേലിലും മാത്രമല്ല ഈ റെജിം ചേഞ്ച് ഒരു പക്ഷേ സംജാതമാവുക ഈ യുദ്ധത്തിലൂടെ. അവിടങ്ങളിലെ ജനങ്ങളുടെ ഭരണകൂടങ്ങളോടും ഭരണാധികാരികളോടുമുള്ള ആഭിമുഖ്യം അവിടുത്തെ തെരുവുകൾ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അമേരിക്കൻ തെരുവുകളിൽ ജനങ്ങളുടെ പ്രതിഷേധം ഇരമ്പുകയാണ്. അനാവശ്യമായ യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴച്ച് അമേരിക്കക്കാരുടെ ജീവൻ അപകടത്തിലാക്കി സമ്പത്ത് നശിപ്പിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഭരണാധികാരിയോടുള്ള അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം. റെജിം ചേഞ്ച് ചെയ്യാൻ, ഇറാനിലെ റെജിം ചേഞ്ച് ചെയ്യാൻ നടക്കുന്ന ആളുടെ സ്വന്തം റെജിം ചേഞ്ച് ആകാൻ പോകുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത്. ഇസ്രായേലിലെ സ്ഥിതിയും മറിച്ചല്ല. അവിടുത്തെ പ്രതിപക്ഷവും അവിടുത്തെ സാധാരണ ജനങ്ങളും ഭരണകൂടത്തിനെതിരാണ്. അവിടെ നിരന്തരമായ യുദ്ധങ്ങൾക്കും പിടിച്ചടക്കലുകൾക്കും അവർ വാസ്തവത്തിനെതിരാണ് എന്ന് അവിടുത്തെ തെരുവുകളും വിളിച്ചോളുന്നുണ്ട്. ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ ലക്ഷ്യം റെജിം ചേഞ്ച് ആയിരിക്കാം. കാരണം അവരൊരാളെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അയാളെ കൊണ്ടുവന്ന് ഭരണത്തിൽ ഏൽപ്പിച്ച ശേഷം ഇവിടുത്തെ വിഭവങ്ങൾ ചോർത്തിക്കൊണ്ടു പോകാം, ഇവിടുത്തെ അക്കൗണ്ട് മുഴുവൻ അമേരിക്കയിലേക്ക് മാറ്റാം, ഇറാന്റെ ധനം മുഴുവൻ അങ്ങനെ കവർന്നെടുക്കാം എന്നുള്ളതാണ് അമേരിക്കയുടെ സ്വപ്നമെങ്കിൽ ഇസ്രായേലിന്റെ സ്വപ്നം അങ്ങനെ തീരുന്നതല്ല. ഇസ്രായേലിന്റെ സ്വപ്നം കുറെ കൂടി വിസ്തൃതമാണ്, വിശാലമാണ്. അത് മനസ്സിലാക്കേണ്ട ആദ്യത്തെ ജനങ്ങൾ, അത് മനസ്സിലാക്കിയ ഏക കൂട്ടർ ഇറാനാണെന്നും അറിയാം. പക്ഷേ ഇനി അത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അറബ് ഗൾഫ് രാഷ്ട്രങ്ങളാണ്, അവിടുത്തെ ഭരണ മേധാവികളാണ്, അവിടുത്തെ അമീറന്മാരും രാജാക്കന്മാരുമാണ് ഇത് മനസ്സിലാക്കേണ്ടത്. കാരണം ഇസ്രായേൽ ഈ യുദ്ധത്തിൽ എടുത്തു ചാടിയിട്ടുള്ളത് മധ്യ പൗരസ്ത്യ ദേശത്തിലെ നിത്യമായ ശല്യമായി, നിത്യമായ അശാന്തിയായി ഇസ്രായേൽ തുടരുന്നത് അവർക്ക് ഇപ്പോഴുള്ള രാജ്യത്തിന്റെ വിശാലത, വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്ന ദീർഘമായ വിദൂരമായ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അതവർ ഈ അടുത്ത സമയത്ത് അമേരിക്കയിലെ ഇസ്രായേലിലെ അമേരിക്കൻ അംബാസഡർ ഇസ്രായേൽ വെച്ച് പറയുകയുണ്ടായി, പ്രഖ്യാപിക്കുകയുണ്ടായി. കാരണം ഇസ്രായേലിന്റെ രാഷ്ട്രമാണ്, ഇസ്രായേലിന്റെ അവകാശമാണ് നൈൽ മുതൽ യൂഫ്രട്ടീസ് വരെയുള്ള ഭൂപ്രദേശം എന്നാണ് അയാൾ പരസ്യമായി പ്രഖ്യാപിച്ചത്. ഇസ്രായേലിനെ സുഖിപ്പിക്കാനാണെങ്കിലും അല്ലെങ്കിലും അതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അറബികൾ തങ്ങളുടെ ശത്രുവായി ഇറാനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മതപരമായ ചില കാര്യങ്ങൾ അതിന്റെ പിന്നിലുള്ളത്. അതിന്റെ പേരിൽ അവരുടെ രാജ്യം ഒരിക്കലും തട്ടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നവരല്ല ഇറാനികൾ എന്നുള്ളത് അറബികൾക്കും അല്ലാത്തവർക്കും അറിയാം. എന്നിരിക്കെ അവരുടെ സുഹൃത്തുക്കളായി, അവരുടെ രക്ഷകരായി അവരോടൊപ്പം അവിടെ ക്യാമ്പടിച്ച് തമ്പടിച്ച് കൂടിയിട്ടുള്ള അമേരിക്കയും ഇസ്രായേലും ഇന്നല്ലെങ്കിൽ നാളെ ആ രാഷ്ട്രങ്ങൾ സ്വന്തമാക്കാനാണ് ഇരിക്കുന്നത് എന്ന് അവർ കരുതിയിരിക്കുന്നത് അവർക്ക് നല്ലതായിരിക്കും, ലോകത്തിനും നല്ലതായിരിക്കും അത്. കാരണം അറബ് ഗൾഫ് രാജ്യങ്ങൾ സമ്പന്നരായതോടൊപ്പം ഒരുപാട് പ്രദേശങ്ങളും ഭൂപ്രദേശങ്ങളും ഭൂമിയിൽ ഈ ഭൂമുഖത്ത് സുഭിക്ഷമായി തീർന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കക്ഷി കേരളം തന്നെയായിരിക്കും. ഇന്ത്യയും അതിലൊരു കക്ഷിയാണ്. ഈ രാജ്യങ്ങൾ നശിച്ചു പോവുക എന്നാൽ നമ്മുടെയൊക്കെ ഭാവി തൊലഞ്ഞു പോവുക, സാമ്പത്തികമായ അനിശ്ചിതാവസ്ഥ വരിക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലുമുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഗൾഫ് രാഷ്ട്രങ്ങളെ കൊണ്ട് ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ജീവിതോപാധികൾ മുഴുവൻ തകർന്ന് തരിപ്പണമാകാൻ ഈ ഗൾഫ് രാജ്യങ്ങൾ നഷ്ടപ്പെടുന്നതിലൂടെ സംഭവിച്ചേക്കും. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ത്യക്കാർക്കോ കേരളീയർക്കോ അവരുടെ ജോലിയോ മറ്റോ കാര്യങ്ങളോ നഷ്ടപ്പെടുമെന്നത് മാത്രമേ ഉള്ളൂ എങ്കിൽ അറബികൾക്ക്, അവരുടെ വരും തലമുറകൾക്ക് അവരുടെ രാഷ്ട്രം തന്നെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളോ ലോകത്തിലെ ഏറ്റവും സുഖസൗകര്യങ്ങൾ നിറഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളോ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. ആ രാഷ്ട്രം തന്നെ അടിയോടെ കൊണ്ടുപോകാനാണ് ഇസ്രായേൽ നിങ്ങളോടൊപ്പം കൂടിയിട്ടുള്ളത്. അതിനാണ് അവർ നയതന്ത്ര ബന്ധങ്ങൾ നിങ്ങളോട് പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ടവർ രഹസ്യമായും പരസ്യമായും ഇസ്രായേലുമായി ബന്ധം പുലർത്തുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇസ്രായേലിന് ഈ രാഷ്ട്രങ്ങളെ അടിമപ്പെടുത്തുകയല്ല, സ്വന്തമാക്കി കൊടുക്കുക എന്ന ഗൂഢ ലക്ഷ്യത്തിന്റെ പേരിൽ തന്നെ ആയിരിക്കണം. അത് തിരിച്ചറിയേണ്ടവർ ഗൾഫ് രാഷ്ട്രങ്ങളിലെ ഭരണാധിപന്മാരാണ്, അധികാര സ്ഥാനത്തുള്ളവരാണ്. അവരത് തിരിച്ചറിഞ്ഞ് ത്വരിതഗതിയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് തന്നെയാണ് നാശം. അവരുടെ രാഷ്ട്രങ്ങളാണ് അവർക്ക് കൈമോശം വരാൻ പോകുന്നത്. അതേസമയം ഗൾഫ് രാഷ്ട്രങ്ങൾ രായ്ക്ക് രാമാനം അമേരിക്കൻ ബേസുകൾ ഇല്ലാതാക്കണം, അവരെ ഓടിച്ചു വിടണം, അവരുമായിട്ടുള്ള കച്ചവട വ്യാപാര മറ്റ് കരാറുകളെല്ലാം റദ്ദാക്കണം, വേണ്ടാന്ന് വെക്കണം
എന്നെല്ലാം പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല, അസാധ്യവുമാണത്. കാരണം ദീർഘകാലമായി പുലർത്തിക്കൊണ്ടുവരുന്ന പല ബന്ധങ്ങളും കരാറുകളും അവർക്ക് പാലിക്കേണ്ടതായിട്ടുണ്ട്, യൂറോപ്പുമായിട്ടും അമേരിക്കയുമായിട്ടും. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ സൂക്ഷിച്ചു കൊള്ളണം. കാരണം അവരുടെ ദീർഘമായ സ്വപ്നം, എന്നേക്കുമായിട്ടുള്ള സ്വപ്നം ആ രാഷ്ട്രങ്ങൾ സ്വന്തമാക്കുക എന്നുള്ളതാണ്. അത് അറബികൾ മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ അവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. അവരുടെ ഭാവി തലമുറകൾക്ക് ആ രാഷ്ട്രങ്ങൾ ഇല്ലാതാവില്ല. അല്ലെങ്കിൽ ഇന്ന് ഫലസ്തീനികൾ, ഗാസക്കാർ അനുഭവിക്കുന്ന അതേ ദുരിതം അറബ് ഗൾഫ് രാഷ്ട്രങ്ങളിലെ, സമ്പന്ന രാഷ്ട്രങ്ങളിലെ ഭാവി തലമുറ അനുഭവിക്കും എന്ന് നാം പ്രവചനശേഷി കൊണ്ട് പറയേണ്ട ആവശ്യമില്ല, സാമാന്യ ബുദ്ധി കൊണ്ട് പറയാവുന്നതേ ഉള്ളൂ. ഈ യുദ്ധം ഇറാനിൽ റെജിം ചേഞ്ച്, ഭരണവ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും വരുത്തില്ല എന്നുള്ളത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. യുദ്ധത്തിൽ തോൽക്കാം ജയിക്കാം, പക്ഷെ ഭരണവ്യവസ്ഥയുടെ മാറ്റമൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അത് അവിടുത്തെ ജനങ്ങളുടെ ആവേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതേസമയത്ത് അമേരിക്കയിലെയും ഇസ്രായേലിലെയും ഭരണവ്യവസ്ഥകൾ മാറിയെന്നിരിക്കാം, തീർന്നില്ല. ലോകക്രമത്തിൽ തന്നെ സാരമായ വ്യതിയാനങ്ങൾക്ക് ഒരുപക്ഷെ ഈ യുദ്ധം നിമിത്തമായേക്കാം എന്നുകൂടി പ്രത്യാശിക്കാൻ വകയുണ്ട്. കാരണം ഈസ്റ്റ് ബ്ലോക്കിലെ സൂപ്പർ ശക്തികളായ ചൈനയും റഷ്യയും, ന്യൂക്ലിയർ ശക്തിയായ നോർത്ത് കൊറിയയും ഒരു വശത്തും, അമേരിക്കയിലെയും യൂറോപ്പിലെയും ഇസ്രായേലിലെ പോലും ബഹുജനങ്ങൾ, അവിടുത്തെ ജീർണിച്ച യാഥാസ്ഥിതിക ഇമ്പീരിയലിസത്തോടും ക്യാപിറ്റലിസത്തോടും മടുപ്പ് വന്നിട്ടുള്ള ജനങ്ങൾ, അവിടുത്തെ ഭരണവ്യവസ്ഥയോട് യാതൊരു താല്പര്യവും ആഭിമുഖ്യവും ഇല്ലാത്ത ജനങ്ങൾ അവിടുത്തെ തെരുവുകളെ ശബ്ദമുഖരിതമാക്കിക്കൊണ്ടിരിക്കുന്നതും, ഇവിടുത്തെ ഈസ്റ്റ് ബ്ലോക്കിലെ മറ്റ് ചില രാജ്യങ്ങളുടെ താല്പര്യങ്ങളും അവരുടെ മാറി വന്ന കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളും അവരുടെ സോഷ്യലിസ്റ്റ് അടിത്തറകളും പുതിയൊരു ലോകക്രമത്തിന് വഴിവെച്ചേക്കാം. അങ്ങനെ ഇറാന്റെ റെജിം ചേഞ്ചിന് ഇറങ്ങിപ്പുറപ്പെട്ടവർ ഒരുപക്ഷെ അവരുടെ സ്വന്തം രാജ്യങ്ങളിലെയും ലോകത്തിന്റെ തന്നെയും ഒരു റെജിം ചേഞ്ച്, ഒരു ഭരണവ്യവസ്ഥാ ക്രമത്തിലുള്ള മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ നിർബന്ധിതരായേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗൾഫ് യുദ്ധം വേഗം അവസാനിക്കട്ടെ. അതിന്റെ ഗുണഭോക്താക്കൾ നമ്മളാണെങ്കിലും അതിന്റെ ദീർഘകാല നഷ്ടക്കാർ ഗൾഫുകാരും ഗൾഫിന്റെ തലമുറകളും ആകാതിരിക്കാൻ വേണ്ടി, അതായത് ഫലസ്തീനിലെയും ഗാസയിലെയും കുഞ്ഞുങ്ങളുടെ അവസ്ഥ അറബ് ഗൾഫ് രാഷ്ട്രങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അറബികൾ ജാഗരൂകത പാലിക്കുക, അമേരിക്കയോ ഇസ്രായേലിനെയോ നിർത്തേണ്ടിടങ്ങളിൽ നിർത്തുക, വ്യക്തമായ സേഫ് ഡിസ്റ്റൻസ് അവരുമായി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നിർത്തട്ടെ.